ഹായ് ഫ്രണ്ട്സ്, മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് കപ്പ കൊണ്ടൊരു റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ കപ്പ എന്ന് പറയുമ്പോൾ തന്നെ മീനോ ചിക്കനോ ബീഫോ മട്ടനോ ഒക്കെ വേണം അല്ലേ. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്കിന്നൊരു റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ, വാ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കപ്പ തന്നെയാണ്. അപ്പോൾ കപ്പയുടെ തോല് കളഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞ് അതിൻ്റെ അകത്തുള്ള നാരെല്ലാം കളഞ്ഞ് ഒരു 4-5 വെള്ളം നല്ലപോലെ കഴുകണം കേട്ടോ. കാടി ഒട്ടും കാണാൻ പാടില്ല. കട്ടെല്ലാം പോത്തക്ക രീതിയിൽ നല്ലോണം കഴുകി വെള്ളം തെളിഞ്ഞ് വരുന്നവരെ കഴുകുക. ഇനി ഈ കപ്പ നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല കിടിലൊരു റെസിപ്പി ആയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും, ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കപ്പയിൽ നികക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഇച്ചിരി കൂടുതൽ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഈ കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുക്കർ മൂടി അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ കപ്പയ്ക്ക് അത് പരുവായിരുന്നു. പക്ഷെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കപ്പയുടെ ഇതനുസരിച്ച് വേണം നിങ്ങളത് വേവിച്ചെടുക്കാൻ. ഒത്തിരി കുഴഞ്ഞ് ഉടഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ നല്ലപോലെ വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ വെന്തതിന് ശേഷം നമുക്കതൊന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ നിങ്ങളിതൊന്ന് തയ്യാറാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് മൂത്ത് വരുമ്പോൾ ഉള്ളൊരു മണം. ഇനി ഇതിലേക്ക് നമുക്കൊരു സവാള, 1-2 സവാള എടുക്കാം. വലുതാണെങ്കിൽ 1 മതിയാവും. അപ്പോൾ ഇതാ ഈ സവാളയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2-3 പച്ചമുളക്, ചെറിയ പച്ചമുളക് 2 അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വട്ടത്തിൽ അരിഞ്ഞെടുത്താൽ മതി മുളക്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഈവനിങ് സ്നാക്സായിട്ടും കഴിക്കാം കേട്ടോ. അതുപോലെ തന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടായാലും ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി കപ്പ മേടിക്കുമ്പോൾ ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. കപ്പയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് നമ്മളിതിന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കപ്പയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഞാനൊരു 1.25 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. അതുപോലെ തന്നെ മീറ്റ് മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുരുമുളക് പൊടി. കുരുമുളക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ മുളക് പൊടിയുടെയും ഈ മസാലപ്പൊടിയുടെ എല്ലാം മണം, പച്ചമണം ഒന്ന് മാറി നല്ലപോലെ ഇതൊന്ന് മൊരിഞ്ഞു വരണം. അതുവരെ നമുക്ക് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിടുക. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. പച്ചമണമൊക്കെ മാറി നല്ല ഈ മുളകൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു മണമല്ലേ, അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ 4 കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് 4 മുട്ടയും ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മുട്ട നമുക്കിനി അരപ്പിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ കപ്പ മേടിച്ചെന്ന് പറയുമ്പോൾ തന്നെ മീൻകറി ഉണ്ടോ അല്ലെങ്കിൽ ചിക്കനാണോ ബീഫാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ മുട്ട ഇപ്പോൾ ഇതാ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഉടനെ ഇളക്കണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ചിക്കി ഇങ്ങനെ തോർത്തിയെടുക്കത്തില്ലേ, അതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന്
ചെറുതായിട്ടൊന്ന് ഇളക്കി ഇത് നല്ലപോലെ തോർത്തിയെടുക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ച് ചെയ്യാം കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ അടിഭാഗം കരിയുകയും ചെയ്യും. അപ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റും ഒക്കെ മാറിപ്പോകും കേട്ടോ. ഇപ്പോൾ അതാ ഈ പരുവത്തിൽ നമ്മൾ മുട്ടയെല്ലാം നല്ലപോലെ ചിക്കി തോർത്തി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒട്ടും തന്നെ ഈർപ്പമയം ഇല്ലാതെ മുട്ട നല്ലപോലെ വെന്ത് വന്നിട്ടുമുണ്ട്. ഈ പരുവത്തിൽ മതിയാവും നമുക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കപ്പയും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നിങ്ങൾ ഒരിക്കൽ കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില, നല്ല പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെ ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് തൂക്കി കൊടുക്കാനുണ്ട്. കാണാൻ തന്നെ എന്ത് രസമല്ലേ, കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിന് ഒത്തിരി സമയം വെച്ച് വേവിക്കൊന്നും വേണ്ട. നമുക്കിനി ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് ഇറക്കാം കേട്ടോ. അപ്പോൾ ഒരു വല്ലാത്ത ഒരു മണമാണ് ഈ സമയത്തുണ്ടാവുന്നേ. ആ കുരുമുളകിൻ്റെയും വെളിച്ചെണ്ണയുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, മൂത്ത് വരുമ്പോൾ ഉള്ളൊരു മണം ഒരു രക്ഷയില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതാ ഞാനിതൊരു ഹാട്ട് ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. വൈകിട്ടായാലും നമുക്ക് ചൂട് കട്ടൻ്റെ കൂടെയും, കട്ടനോ ചായയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. എനിക്ക് കട്ടൻ ഇഷ്ടമുണ്ടോ, ഞാൻ എപ്പോഴും കട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചാൽ ഒരിക്കലും ഈ രുചി നിങ്ങൾ മറക്കത്തില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.